ഹലോ. അപ്പോൾ നമുക്കിന്നൊരു ബൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് അവൾ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എനിക്ക് ഓർഡർ തന്നതാണ് ഇന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവളെനിക്ക് കുറച്ച് റെഫറൻസ് അയച്ചു തന്നു. ഇതാട്ടോ റെഫറൻസ്. അതുപോലെയൊക്കെ വരുന്ന അവളുടെ ഡ്രസ്സിന് മാച്ചായി പോകുന്ന കളർ ഞങ്ങൾ സെലക്ട് ചെയ്തതാട്ടോ. അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഞങ്ങൾ ഈ ഫ്ലവറിൻ്റെ കൂടെ വൈറ്റ് ഫ്ലവേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ അവൾക്ക് ഈ എന്താ പറയുക, ഈ ഷീറ്റൊന്നും വെച്ച് വേണ്ട, ജസ്റ്റ് ആ റെഫറൻസ് കണ്ട പോലെ മതി. അപ്പോൾ ഞങ്ങൾ ഇത് ഒന്നിനോട് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി നല്ല കഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ഫുള്ള് റാപ്പ് ചെയ്താണ് ചെയ്തത്. റാപ്പ് മീൻസ് മറ്റേ സെല്ലോ ടാപ്പ് കൊണ്ട് ഓരോ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് മറ്റേ ഫ്ലവേഴ്സ് വെച്ച് ഞങ്ങൾ ചെയ്തു. പക്ഷേ ഞാൻ ക്യാമറ വെച്ച് ശരിയായില്ല കേട്ടോ. ക്യാമറ വേറെ എവിടെയോ പോയി, ക്യാമറേൻ്റെ ആംഗിൾ മാറിപ്പോയി. പിന്നെ രണ്ടാമത് സെറ്റാക്കി വെച്ച് പിന്നെ ഇതിങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി അങ്ങനെ വെച്ചാട്ടോ. ഇത് ഞങ്ങൾ കുറേ ടൈം എടുത്ത് ചെയ്തതാണ്. കാണുമ്പോൾ ഞാൻ ഫാസ്റ്റ് ആക്കിയതാണ്. ഇത് ഒരു 3-4 മണിക്കൂർ എടുത്ത് ചെയ്യുന്നൊരു വർക്കാട്ടോ ഇത്. കാരണം ഇങ്ങനത്തെ ബൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പെർഫെക്ഷനും എല്ലാം വേണ്ടതുകൊണ്ട് ഞങ്ങൾ നല്ല ടൈം എടുത്ത് തന്നെ ചെയ്തു. അതേപോലെ വന്നതെന്ന് വെച്ചാൽ അവിടെ കാണിച്ചു തന്ന പോലെ ഒന്നും ആയില്ല. കാരണം ഞങ്ങളിത് ഫസ്റ്റ് ട്രൈ ആണ്. അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒന്നും ആവില്ല എന്ന് ഞങ്ങൾക്ക് അറിയുന്നു. എന്നാൽ ഞങ്ങൾ ട്രസ്റ്റ് ദ പ്രോസസ്സ് അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്തു. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ടൈം എടുത്ത് ചെയ്തതാട്ടോ ഇത്. ഞങ്ങൾ മെല്ലെ ചെയ്തതാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പാർസൽ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ ലുക്ക് കാണിച്ചു കേട്ടോ. ഇതൊരു ഹാഫ് ആയപ്പോൾ ഇതിങ്ങനെയാണ്. ഗോൾഡൻ ബോൾസ് ഒന്നും വെക്കാതെ ഉള്ളൊരു ലുക്കായിരുന്നു അത്. പിന്നെ ഞങ്ങൾ ഗോൾഡൻ ബോൾസ് വെക്കാൻ തുടങ്ങി. നല്ല ടൈം എടുത്ത് ചെയ്തതാണ്.